ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കേക്കാണ്. അതിന് ഞാൻ കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 1/2 കപ്പ് ഡേറ്റ്സ്, 1/2 കപ്പ് വാൾനട്ട്, ഡ്രൈഡ് ഗ്രേപ്സ് പച്ചയും കറുപ്പും, ടൂട്ടി ഫ്രൂട്ടി 1/2 കപ്പ്. ഇതെല്ലാം കൂടെ ഗ്രേപ്സ് ജ്യൂസിൽ സോക്ക് ചെയ്ത് ഒരാഴ്ച ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടാനാണ്. അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം ഇതെടുത്ത് ജ്യൂസ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിൽ മാറ്റാം. ഇത് പ്രോൺസാണ്, അത് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. 2 കേക്കിന് വേണ്ടിയാണ്. ഇനി കുറച്ച് മൈദ മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളിതിടുമ്പോൾ താന്നു പോവില്ല ഫ്രൂട്ട്സ് ഒന്നും. അതിന് വേണ്ടി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് മൈദ മാവിലേക്ക് ഫ്രൂട്ട്സ് ഇടാറുണ്ട്, അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. ഇങ്ങനെ കോട്ട് ചെയ്ത് രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ജ്യൂസാണ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചത്. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ഉണ്ടാകും. ഇനി കാരമലിന് വേണ്ടിയാണ്, സിറപ്പിന് വേണ്ടി 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് നന്നായിട്ട് കറുപ്പിച്ചെടുക്കണം. എന്നിട്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി വേറൊരു പാത്രത്തിലോട്ടിട്ട് തണുക്കാൻ വയ്ക്കുക. ഇനി നമുക്ക് സ്പൈസസ് ഉണ്ടാക്കാം. 1 ജാതിക്കയുടെ തോടും 8 ഗ്രാമ്പൂവും 4 ഏലക്കയും ചെറിയ കഷ്ണം പട്ടയും കൂടെ കുറച്ച് പഞ്ചസാരയിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 കപ്പ് മൈദ മാവിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നേരത്തെ അടിച്ചു വെച്ച് സ്പൈസസും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ സ്പൈസസ് എല്ലാം ഈവനായിട്ട് നമുക്ക് ഈ മാവിൽ കിട്ടും. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 200 ഗ്രാം ബട്ടർ അൺസാൾട്ടഡ് റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അത് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ വെച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനിലയുടെ എസൻസും കൂടെ ഒഴിച്ച് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 6 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത്, അത് ഓരോന്ന് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓക്കെ, ഞാൻ എല്ലാം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ജ്യൂസിൻ്റെ സിറപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒരു സൈഡിലേക്ക് നമുക്കിത് കലക്കി എടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവ് ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്ത് കലക്കി എടുക്കണം. ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. കുറച്ച് സിറപ്പ് ഇടയ്ക്ക് ഒഴിക്കുക. ബട്ടർ ആയതുകൊണ്ട് ഇച്ചിരി തിക്നെസ് ആയിരിക്കും. അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കുറച്ച് മാവിട്ട് ഇളക്കി ഇങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കുറച്ച് മാവിട്ട് കുറച്ച് സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചൊഴിച്ച് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നട്ട്സും കൂടെ ഞാൻ ക്രഷ് ചെയ്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിനകത്തിട്ട് ഇളക്കി ഒരു പാനിലേക്ക് ബട്ടർ തടവി ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് 3-4 തവണ ടാപ്പ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി നട്ട്സ് ഇട്ട് വെച്ച് 180 ഡിഗ്രിയിൽ 1 അവർ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സെയിം ഇൻഗ്രീഡിയൻസിൽ സെയിം മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്താൽ പെർഫെക്റ്റ് ആയ ഒരു കേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.